ഒരു കിഡിലൻ റെസ്യൂമെ ഒരാൾ പ്രിപ്പയർ ചെയ്തു, അതുകൊണ്ട് അയാൾ വിലയിരുത്താൻ വരട്ടെ. ചിലപ്പോൾ അയാളുടെ ഏറ്റവും വലിയ കഴിവ് നല്ല റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നതിലായിരിക്കാം. ഇപ്പോൾ AI വന്നതോടുകൂടി ഒരു അടിപൊളി റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇനി ഇൻ്റർവ്യൂവിൽ ഗംഭീരമായിട്ട് ഒരാൾ പെർഫോം ചെയ്തു, ചിലപ്പോൾ അയാളുടെ ഏറ്റവും വലിയ സ്കിൽസ് ഇൻ്റർവ്യൂ സ്കിൽസ് ആയിരിക്കാം. ഈ റെസ്യൂമെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തു, ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് അയാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരം, ജോബ് റോൾ പ്രകാരം അയാൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള സ്കില്ല്, ആറ്റിറ്റ്യൂഡൊക്കെ അയാൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിനെയാണ് ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, അതായത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചു, ഹയർ ചെയ്തു, പക്ഷേ സത്യത്തിൽ അല്ലായിരുന്നു. ഇനി ഫോൾസ് നെഗറ്റീവ് എന്താണെന്ന് പറയാം. ഫോൾസ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂമെ മോശമായതിൻ്റെ പേരിൽ, ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് മോശമായതിൻ്റെ പേരിൽ ഒരാളെ നിങ്ങൾ റിജക്റ്റ് ചെയ്തു, പക്ഷേ സത്യത്തിൽ അയാളൊരു ഹിഡൻ ട്രഷറായിരുന്നു. നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരം ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നിരിക്കാം അയാൾ. ഇതിനാണ് ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഗൂഗിൾ പോലത്തെ, ആമസോൺ പോലത്തെ വലിയ വലിയ കമ്പനികൾക്ക് ഫോൾസ് നെഗറ്റീവ് ഒരു പ്രശ്നമല്ല. കാരണം ഹിഡൻ ട്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കുറേ പേര് പോയാലും ഹിഡൻ അല്ലാത്ത ട്രഷേഴ്സ്, അതായത് ക്വാളിറ്റിയും ഉണ്ട്, നല്ല റെസ്യൂമെയും നല്ല ഇൻ്റർവ്യൂ പെർഫോമൻസും ഉണ്ട്, അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഓൾറെഡി അവരുടെ ക്യൂവിലുണ്ടാവും. സോ അവർക്ക് ബെറ്റർ ടാലൻസിനെ എപ്പോഴും കണ്ടെത്താൻ പറ്റും. പക്ഷേ ഒരു ചെറിയ റേഡിയസിനുള്ളിൽ കുറച്ചുകൂടി ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്ത് വരുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളുടേതെങ്കിൽ ഇത്തരം ഹിഡൻ ട്രഷേഴ്സിനെ കണ്ടെത്താൻ പറ്റുന്നത് നിങ്ങൾക്ക് വലിയ അഡ്വാൻറ്റേജ് തരും. റെസ്യൂമെ മോശമായതിൻ്റെ പേരിൽ, ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് മോശമായതിൻ്റെ പേരിൽ 10 ഇൻ്റർവ്യൂസിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹിഡൻ ട്രഷറായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത്. അയാളെ കണ്ടെത്താനും അയാളെ ഹയർ ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് മാറും.